കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് 2024 കുറിച്ചാണ്. നമുക്കറിയാം, പടി കടന്ന് പോവുകയാണ് 2024. 2025 വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 2024 പടി കടക്കുമ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ്? കോട്ടങ്ങൾ പറയാനാണെങ്കിൽ വിവാദങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. വലിയ ദുരന്തത്തെ നേരിട്ട ഒരു കാലമായിരുന്നു നമുക്ക്. വയനാട് ദുരന്തം ഇങ്ങ് തുടങ്ങിയാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, നിരവധി നേതാക്കളുടെ കാലുമാറ്റങ്ങൾ, നമ്മുടെ കണ്ണൂരിലാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണം, അംബേദ്കർ വിവാദം, ഗവർണർ സർക്കാർ പോര് തുടങ്ങി പാനൂർ സ്ഫോടനവും ഇപിയുടെയും പിയുടെയും ഇ പി ജയരാജൻ വിവാദമുണ്ട്, പി ജയരാജൻ വിവാദമുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു വർഷമാണ് കടന്നുപോയത്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്, ഒത്തിരി നേട്ടങ്ങൾ. ഇപ്പോൾ നമ്മുടെ 6 വരി പാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. വലിയ രീതിയിലുള്ള വിപ്ലവകരമായ പല മാറ്റങ്ങളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വനിതാ നേതാക്കൾ, നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, മണ്ണിലും വിണ്ണിലും മരത്തിലും കാറ്റിലും എല്ലാം രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ് മലയാളികളുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ ഈ 2024 ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യാൻ വനിതാ നേതാക്കളാണ് ഇന്ന് നേർരേഖയിലെത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട 3 പേർ. അതിൽ കേരള മഹിളാ സംഘത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി രേഷ്മ പരാഗൻ, അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് രജനി രമാനന്ദ്, സ്മിത ജയമോഹൻ സംസ്ഥാന സെക്രട്ടറിയാണ് OBC മോർച്ച, മറ്റത് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് മഹിളാ കോൺഗ്രസിൻ്റെ. 3 നേതാക്കൾക്കും ഏറെ സ്നേഹത്തോടെ നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഇടത് സംഘടനയുടെ നേതാവാണല്ലോ, മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. എന്താണ് ഈ 2024 നേട്ടങ്ങളെന്ന് നമുക്ക് ആദ്യം ഈ രേഷ്മയോടൊന്ന് ചോദിക്കാം. എന്താണ് രേഷ്മ 2024 നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പം സൂചിപ്പിച്ചു കഴിഞ്ഞു തന്നെ മുന്നേ. ഇപ്പോൾ 2024 ഇപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അങ്ങ് കടന്നു പോകും. അപ്പോൾ ആ കാലത്ത് നമുക്ക് നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം കേരളത്തിനുണ്ടായ കേരള സംസ്ഥാനത്തിനുണ്ടായത് എന്നാണ് താങ്കൾ കാണുന്നത്? അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇപ്പോൾ ദേശീയപാത വികസനം നടന്നു വരികയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ദേശീയപാതയുടെ വികസനം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. ഒരു രൂപം തന്നെ കേരളത്തിൻ്റെ മാറാൻ പോകുന്ന ഒരു ദേശീയപാതയിലൂടെ മാറ്റം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സ്, കേരളത്തിന് സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടാക്കുന്ന വിഴിഞ്ഞം പദ്ധതി, അത് കേരളത്തിന് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു വലിയ നേട്ടമാണ്. അതുപോലെ K-ഫോൺ, സാധാരണക്കാർക്ക് പോലും ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാക്കുന്ന K-ഫോൺ പദ്ധതിയും ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനം കൂടിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ, അതുപോലെ കുട്ടികളെ മുലയൂട്ടാൻ ആവശ്യമായ കേന്ദ്രങ്ങൾ, അത് എല്ലാ സ്ഥാപനങ്ങളിലും വന്നു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. പിന്നെ അതുപോലെ നമ്മുടെ സ്ത്രീകൾക്ക് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആ സുസ്ഥിരത ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാലയളവിൽ 12,000 കോടി 20,000 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു പറഞ്ഞെടുത്ത് ഇപ്പോൾ അത് 27,344 കോടിയോളം രൂപ നമുക്ക് അതിനുവേണ്ടി നീക്കിവെക്കാൻ വേണ്ടി സ്ത്രീകളുടെ സുസ്ഥിരമായ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയാണ് ഈ 2024 ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ഇപ്പം 1,600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയാം. അതിപ്പോൾ 2024 പ്രവർത്തനം നടക്കുന്നത് അതിനെ 2,500 രൂപയിലേക്ക്
കൊണ്ടുവരിക എന്ന രീതിയിലുള്ള ശ്രമമാണ് 2500 കൊണ്ടുവരിക എന്ന ശ്രമം. ആ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിന്നുകൊണ്ടാണെന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു സർവേ നടന്നു, അതിദാരിദ്ര്യ സർവേ. അത് അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. അതിന് ആ കണ്ടെത്തിയവരിൽ ഏകദേശം 47% ആ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു 2024 തന്നെ സാധിച്ചു. അതിൽ എല്ലാ പകുതിയോളം കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും അതിന്റെ ബാക്കിയുള്ളവരെ കൂടി ആ നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാന്ന് പറയാൻ വെച്ചാല് നമുക്ക് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെയും കടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പോൾ ആർദ്രം പദ്ധതിയിൽ കൂടി ഉണ്ടായ ആരോഗ്യ രംഗത്തുണ്ടായ മികച്ച പ്രവർത്തനങ്ങൾ. ആരോഗ്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കുമ്പോൾ തന്നെ അതിൽ പിന്നെ ലാബ് സൗകര്യങ്ങളും ഫാർമസി സൗകര്യങ്ങളും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്ന OP സൗകര്യങ്ങളടക്കം നമ്മുടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ സർക്കാർ ആശുപത്രികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൂടാതെ ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു, അതുപോലെ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അത്തരം ഒരവസ്ഥയിൽ അത് മുൻകൂട്ടി അതിനെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ പ്രവർത്തനം എന്ന നിലയിൽ 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഒരു പരിശോധനക്ക് വാർഷിക പരിശോധനക്ക് വിധേയമാക്കിക്കൊണ്ട് അതിനെ നേരിടാൻ ആവശ്യമായ ഒരു പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. തിരിച്ചു വരാം രേഷ്മ പരാഗൻ. കുറേ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കൃത്യമായി പറയാൻ സ്വരൂപിച്ചിട്ടുണ്ട്, കൃത്യമായ ധാരണയുമുണ്ട്. വികസനം നല്ല നിലക്ക് നടന്നിട്ട് എന്നാണ് താങ്കളുടെ നിരീക്ഷണം. നമുക്ക് രജനി രമാനന്ദ്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് താങ്കൾ. 2024 എങ്ങനെ കടന്നു പോകുന്നു, എന്താണ് ഒരു നിരീക്ഷണം? 2024 നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വർഷമാണ്. നേട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയപാത വികസനം പറഞ്ഞു. അത് നമുക്ക് 2024 മാത്രം തുടങ്ങി 2024 അവസാനിച്ചതല്ല. നമ്മുടെ വർഷം 2-3 വർഷം മുന്നേ ആരംഭിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നതാണ്. അപ്പം എന്ന് അതിൻ്റെ പണി പൂർത്തിയാവും എന്ന് ചോദിച്ചാൽ 2024 2025 പറയാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം പല സ്ഥലങ്ങളും ആരംഭിച്ചിട്ടേ ഉള്ളൂ, പല സ്ഥലങ്ങളിൽ നടന്നു വരുന്നതേ ഉള്ളൂ. എന്നാലും അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ്. അത് പറയാതെ ഇല്ല, അതിനൊക്കെ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു നേട്ടം തന്നെയാണ്. നമ്മുടെ സമ്മതിക്കുന്നു. കാരണം നമ്മുടെ പിന്നെ ട്രാഫിക്കൊക്കെ ഭയങ്കര ട്രാഫിക് ജാമുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അപ്പം നമുക്ക് ഈ റോഡ് വരുന്നതോടുകൂടി നമ്മുടെ ആ ട്രാഫിക് ജാമിന് ഒരു പരിഹാരം. വിഴിഞ്ഞം തുറമുഖം അതൊരു നേട്ടമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെയോ ഈ വർഷത്തെയോ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. 2024 നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിനെ ആരംഭിച്ചതായിരുന്നു വിഴിഞ്ഞം. അന്ന് അതിനെ എതിർത്ത് എന്നാ പറയാ, അതെന്തിനാ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമായി മാറി. അതിൽ സന്തോഷമുണ്ട്. കാരണം അതിൻ്റെ ഒരു ഉറവിടം അത് ആരംഭിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്ത് വന്നാലും അത് യാഥാർത്ഥ്യമാക്കും എന്ന ഒരു നിശ്ചയദാർഢ്യം ഉമ്മൻചാണ്ടി സർക്കാരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം വിഴിഞ്ഞം തുറമുഖം ഇതിൽ യാഥാർത്ഥ്യമായതിൽ സന്തോഷിക്കുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ളത് അത് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം അതിൽ സന്തോഷിക്കുന്ന ഒരു വസ്തുതയാണ്. സ്മിത, എങ്ങനെ കാണുന്നു ഈ വർഷത്തെ ഈ നമ്മുടെ കഴിഞ്ഞ 2024 നേട്ടങ്ങളെ എങ്ങനെ കാണുന്നു? 24 മാത്രം നോക്കുമ്പോൾ നമുക്ക് പറയാൻ കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. കാരണം നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പോലും കേന്ദ്രത്തിന്റെ വിഹിതം ഉപയോഗിച്ചുള്ള നേട്ടങ്ങൾ മാത്രമാണ് ഇവർക്ക് ഇവിടെ പറയാൻ സാധിച്ചിട്ടുള്ളത്. അതെ, സംസ്ഥാനത്തിന്റെ ചെറിയൊരു നിശ്ചിത തുകയും അതിന്റെ ബാക്കി ഭാഗം മുഴുവൻ തന്നെ കേന്ദ്രത്തിൻ്റെതാണ്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ നേട്ടത്തിൻ്റെതൊക്കെ അടിസ്ഥാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന്
ഒരു വലിയൊരു ദുരന്തം നമുക്ക് കഴിഞ്ഞ വർഷം കടന്നുപോയി. ഈ വർഷം കടന്നുപോയി, 2025 കടന്നുപോയി. അതിൻ്റെ ഫണ്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഏത് വിധത്തിലാണ് അത് ചെലവഴിച്ചതെന്നൊക്കെ ജനങ്ങൾ ദിനം പ്രതി സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മളൊരു മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനെ കൊണ്ട് അത് സത്യമല്ലാതാവുന്നില്ല. അതിന് അത്രയും വലിയൊരു അഴിമതിയാണ് ആ കാര്യത്തിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാലോജിക്കുമായി സംബന്ധിച്ച് മകൾക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയ കൊള്ള, അത് ഭരണകൂടത്തിൻ്റെ കോട്ടം തന്നെയാണത്. അത് ഈ ഭരിക്കുന്നവരാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഈ അടുത്ത ദിവസങ്ങളിലായി എന്തൊക്കെയാണ് വിദ്യാഭ്യാസ രംഗത്ത് കാട്ടിക്കൂട്ടിയത് അതും നമ്മൾ കാണും. അതും ഈ സർക്കാരിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭരണകൂടത്തിന് മാത്രം ഈ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മന്ത്രിമാരുടെ വിദേശ യാത്രകൾ, മുഖ്യമന്ത്രി തന്നെ രാജാവിന് സമാനമായി 10-40-ലധികം വാഹന വ്യൂഹങ്ങളിൽ കൂടി കടന്നു പോകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സാമൂഹ്യ പെൻഷൻ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജീവനക്കാരുടെ പെൻഷൻ നമുക്കറിയാം, ലണ്ടൻ മണി മാർക്കറ്റിൽ നിന്ന് പോലും ലോൺ എടുത്തുകൊണ്ടാണ് പെൻഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇവിടെ ഒരു വ്യവസായം വരുന്നില്ല. വ്യവസായികളായിട്ട് വരുന്നവർക്ക് സംഭവിച്ചിരിക്കുന്ന ദുർഗതി എന്താണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥർക്ക് പോലും ഇവിടെ രക്ഷയില്ല. അവർ പോലും ജീവൻ ഒതുക്കിയ കാഴ്ച അതൊക്കെ ഈ 2024, അതിന് മുൻപേ ഉള്ളതൊന്നും നമ്മൾ പോകണ്ട. 8 വർഷത്തെ ഭരണം കൊണ്ട് എന്ത് നേടിയെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വാക്ക് ഇവിടെ സൂചിപ്പിച്ച് അതിദരിദ്രർ എന്ന്. 2016 ഇവർ അധികാരത്തിൽ വന്നിട്ട് ആദ്യകാലത്ത് ഉപയോഗിച്ച വാക്ക് വെറും ദരിദ്രം എന്ന് മാത്രമാണ്. ഈ 5 വർഷ ഭരണം കഴിയുമ്പോഴേക്കും അത് അതിദരിദ്രരായി മാറി. അത് നേട്ടാണോ? ഇവർ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് പോയത് ഭരിക്കുന്നവർ ഉപയോഗിച്ച വാക്കാണ്. നമ്മൾ അതുവരെയും ദരിദ്രർ എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭരണ നേട്ടം എന്ന് പറയാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനിച്ചല്ലോ, കേന്ദ്രം അങ്ങേ വശത്ത് നിന്നും കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാത്തിനും തന്നെയും കൈനീട്ടുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിച്ചല്ലോ എന്ന് ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ജനങ്ങൾ പോകുന്നത്. അത് വിദ്യാഭ്യാസപരമായി അതേ ദുരിതം അത് അനുഭവിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. വെറുതെ കെട്ടിച്ചമച്ച് നമ്മളൊരു വാക്കുകൾ കൂടി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ 2 പേരുടെയും വീടുകളിലെ കുട്ടികൾ പോലും പഠിക്കുന്നത് അന്യ സംസ്ഥാനത്തായിരിക്കും. അവിടുന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തല്ലേ വിദേശത്ത് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വൃദ്ധരുടെ സംസ്ഥാനമായി കേരളം മാറും. അതിലൊരു വിധത്തിലുള്ള സംശയം നമുക്ക് ആർക്കും വേണ്ട. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിന് കെടുകാര്യസ്ഥതയാണ്. നമുക്കിവിടെ യൂത്ത് ഇല്ലാതാവുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഒരു മെഡിക്കൽ കോളേജോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അവിടെ ബിരുദാനന്തര ബിരുദവും നേടിയ വിദ്യാർത്ഥികൾക്ക് അതിന് മൂല്യമില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അവിടെ നമുക്ക് നേട്ടങ്ങളില്ലല്ലോ. കോട്ടങ്ങളേ ഉള്ളൂ എല്ലാം പറയാൻ. അത് കേന്ദ്ര ഗവൺമെന്റ് ചില ഫണ്ടുകൾ അത് ഉപയോഗിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചും കൊണ്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്നതല്ലാതെ സ്വന്തമായ ഒരു ഉൽപാദനം അല്ലെ സ്വന്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ ഇല്ല. അതെല്ലാം തകർന്നിരിക്കുകയാണ്. രേഷ്മ, നമ്മൾ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പല ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞു, പല നേതാക്കളുടെ കാലുമാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് നിങ്ങൾ. എങ്ങനെ കാണുന്നു സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണീൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം നമുക്കിപ്പോൾ തന്നെ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. കാരണം മുൻകാലഘട്ടങ്ങളിൽ ഇപ്പം കോൺഗ്രസ് ഒരുപാട് പിന്നോട്ട് പോയൊരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പം BJP കയറി വന്നത്, രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കയറി വന്നിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആ ഒരു തകർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യം രൂപീകരിച്ച് അത് നമ്മളെ CPIൻ്റെ പാർട്ടി കോൺഗ്രസുകളിൽ മുൻകാലങ്ങളിൽ നിരന്തരം ആവശ്യപ്പെട്ടതാണ്. ഇതിനെതിരെ BJPയെ വളർച്ച തടയാൻ എല്ലാവരും ഒന്നിച്ച് ഒരു സഖ്യം, ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ സഖ്യം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ CPI അതിന് ഒരുപാട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ ആ കോൺഗ്രസിനടക്കമുണ്ടായ ഒരു മുന്നേറ്റം, അതിനൊരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കാൻ സാധിച്ചത് തന്നെ ആ ഒരു മുന്നേറ്റം ആ ഒരു സഖ്യത്തിന്റെ മുന്നേറ്റമായിട്ട് CPI മുൻ 2 പാർട്ടി കോൺഗ്രസുകൾ അടക്കം പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു സഖ്യത്തിന്റെ ആവശ്യത്തെക്കുറിച്ച്. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നമ്മുടെ ഭരണഘടനയെ അടക്കം സംരക്ഷിക്കണമെങ്കിൽ
ഈ മുന്നേറ്റം മുന്നേറ്റം അനിവാര്യമാണ്. അനിവാര്യം. രേഷ്മ, അങ്ങനെ ഒരു മുന്നേറുമ്പോൾ അതിനകത്തൊരു പ്രധാന നേതാക്കളിൽ ഒരാൾക്കെതിരെ തന്നെ CPIയുടെ നേതാവ് വയനാട്ടിൽ മത്സരിക്കേണ്ടി വന്നില്ല. അതെന്താണ് അതിന്റെ ഒരു വിരോധാഭാസം? എന്തുകൊണ്ട്, എന്തിന്? നിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. എന്നിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവ് മത്സരിക്കുമ്പോൾ അവിടെ പോയി എതിർ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്ത് നിന്ന് CPIയുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നു. എന്ത് സന്ദേശമാണ് അതിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നത് നമുക്ക്? അത് നമ്മളിപ്പം പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇന്ത്യ സഖ്യത്തിനാണ് കൊടുക്കുന്നത്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണത്. അതിനിപ്പം അങ്ങനെ നമുക്ക് ഒരു ഒറ്റയടിക്ക് അങ്ങനെ ഒരു വിലയിരുത്തി കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് ഇപ്പം നമ്മൾ ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും ആ ഒരു പല കാര്യങ്ങളിലും കേരളത്തിനൊരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ നിന്നേ മതിയാവൂ എന്നുള്ളതാണ്. അത് രാഷ്ട്രീയത്തിന്റെ ഒരു കള്ളക്കളിയാണെന്ന് എപ്പോഴും തോന്നാറുണ്ടോ? അനിവാര്യതയായിട്ട് ഒരു സ്ത്രീ മുന്നേറ്റ കാലഘട്ടമാണല്ലോ. അപ്പൊ നമുക്ക് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ അവരാലോചിക്കും, ഇവർ അവിടെ പോയിട്ട് വേറൊരു സ്റ്റാൻഡ്, ഇവിടെ വരുമ്പോൾ വേറൊരു സ്റ്റാൻഡ്, കേരളത്തിനൊരു പ്രത്യേക സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ സുഖമില്ലായ്മയില്ലേ അതിനകത്ത്? മൊത്തത്തിൽ നോക്കുമ്പം അങ്ങനെ വിലയിരുത്തിയാലും കേരള സാഹചര്യം വെച്ച് നോക്കിയാൽ അത് അനിവാര്യമാണ് എന്ന് നമുക്ക് രാഷ്ട്രീയ നിലനിൽപ്പാണ്. അതിനുവേണ്ടി അനിവാര്യമാണ്. അങ്ങനെ അതിനെ കാണേണ്ടി വരും അല്ലെ? രജനി രമാനന്ദ്, അത് തന്നെയാണ് പ്രധാന ചോദ്യം. വലിയ പുരുഷ നേതാക്കളൊക്കെ ഇവിടെ വന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വീട്ടമ്മമാരും ഈ വളയിട്ട കൈകൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ഇവരവസാനം പറഞ്ഞില്ല രാഷ്ട്രീയമായ നിലനിൽപ്പ് എന്ന് പറയുന്നിടത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു എതിരാളിയെ അവിടെ നേരിടേണ്ടി വന്നതിനെ കുറിച്ച് എന്താണ് രജനിക്ക് എന്താണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്? നമ്മളിപ്പം 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ കൂടുതൽ നല്ല നിലയിൽ മെച്ചപ്പെടുത്താൻ നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വയനാട്ടിൽ കാര്യം എടുത്തു പറയുമ്പോൾ അത് അങ്ങനെ നമ്മുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ CPI മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെയായിരുന്നു വേണ്ടത്. നമ്മുടെ അവിടെ UPAയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുകയും എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥി അതും നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ പോലും CPIയുടെ ഉന്നതയായ നേതാവ് മത്സരിക്കുന്ന അവസ്ഥ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു തോന്നൽ. എങ്ങനെയുണ്ട് സ്മിത, ഈ പഴയ പ്രൗഢി കിട്ടിയില്ലല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? എന്ത് പറ്റി? എന്താണ് ആ ഒരു മങ്ങലിനെ കുറിച്ച് സ്മിതയ്ക്ക് എന്ത് തോന്നുന്നു? പാളിപ്പോയോ എവിടെയെങ്കിലും? അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എത്രയോ വർഷം ഭരിച്ച കോൺഗ്രസിന് പോലും അത്രയും മങ്ങലേറ്റും കൊണ്ടാണ് BJP മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പം ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ അതൊക്കെ സ്വാഭാവികം. അപ്പം മങ്ങൽ BJPക്കും ഏൽക്കുന്ന ചോദിച്ചാൽ കോൺഗ്രസിന് ഏറ്റല്ലോ. അല്ല, കോൺഗ്രസിന് ഒരു 40 വർഷത്തോളം ഭരിച്ച 50 വർഷത്തോളം ഭരിച്ച ഒരു പാർട്ടിക്ക് പോലും ഇത്രയും അതിദയനീയമായ ഒരു മങ്ങൽ അല്ലേ, കളത്തുനിന്ന് പുറത്താകുന്ന അതെ, അത് അത്രയായിട്ട്. പക്ഷെ ഞങ്ങൾ തോറ്റില്ല. ഒരു ചെറിയ മങ്ങലേറ്റു മാത്രമേ ഉള്ളൂ. അത് താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ. അത് മങ്ങലാണ് ഏറ്റവും എന്ന് വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയോ എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അവിടെ വ്യക്തികൾക്കും കൂടി പ്രാധാന്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളോടുള്ള സമീപനങ്ങൾ അതൊക്കെ ആവാൻ കാരണമെന്നാണ് എൻ്റെ താങ്കൾ ചോദിച്ചതുപോലെ ഒരു രാഷ്ട്രീയ വിലയിരുത്തലല്ല, സ്ത്രീകളുടെ വിലയിരുത്തലാണ് ചോദിച്ചത്. അതെ, അത് 2 വിലയിരുത്തലുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സ്ത്രീകളുടെ വിലയിരുത്തൽ ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന്, ഒരു അമ്മയുടെ ഭാഗത്തുനിന്ന്, ഒരു വീട്ടമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട് രാഷ്ട്രീയത്തിൽ. ഓരോ വ്യക്തികളാണല്ലോ അവിടെ ഒരു MLA യെയും MP യെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ വ്യക്തികളോടുള്ള ചില സമീപനങ്ങളോ അല്ലെങ്കിൽ അതത് പ്രദേശത്തെ പ്രത്യേക സാഹചര്യത്തിനനുസരിച്ചാവാം അതങ്ങനെ വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ലാതെ ഒരു BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എന്ന ഒരു നേതാവിനോടുള്ള അകൽച്ചയല്ല. അത് കൃത്യം വ്യക്തിയിലധിഷ്ഠിതം. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP തന്നെ തുടർ ഭരണത്തിലേക്ക് വരില്ലല്ലോ. നരേന്ദ്രമോദിജി വരണം എന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ചില സ്ഥലങ്ങളിലുള്ള പ്രത്യേക അത് എപ്പോഴും പറയാലോ. ഈ തെരഞ്ഞെടുപ്പില് അയോധ്യ ക്ഷേത്രം മുൻനിർത്തിക്കൊണ്ടായിരുന്നു BJP ജനങ്ങളെ ഇടയിൽ ഒരു വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ എന്നാൽ അയോധ്യയിൽ BJPയുടെ സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടു ഇല്ലേ? അതുപോലെ നമ്മുടെ ഇപ്പോൾ മോദിജിയെ പറ്റി പറഞ്ഞു. മോദിജിയുടെ എത്ര വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആ വോട്ടിൻ്റെ എത്രയോ കുറവ്, 1,00,000 ചില്ലറ വോട്ടിനാണ് ഇപ്രാവശ്യം വിജയിക്കുന്നത് അല്ലേ? അവിടെ വ്യക്തിപ്രവൃത്തി വെച്ചാൽ അവിടെ BJPയുടെ ജനങ്ങൾ
ഇവിടെ ആ വിശ്വാസത്തെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ള അതിന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ അയോധ്യയിൽ ജയിക്കേണ്ടതായിരുന്നു. അയോധ്യ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ ഉദ്ഘാടനവും ഒക്കെ എല്ലാവരും മറ്റേ നമ്മുടെ ഇവിടുന്ന് പോലും കേരളത്തിൽ നിന്ന് പോലും ആളുകൾ പോയിട്ടുണ്ട് അയോധ്യ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം ഇത് ചെയ്യുമ്പോഴും. പക്ഷേ അവിടെ BJP പരാജയപ്പെടുകയാണ്. അത് നൽകുന്ന ഒരു അത് നൽകുന്ന സന്ദേശം ജനങ്ങളെ എല്ലാ കാലത്തും വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. BJPക്ക് നീ പറഞ്ഞതുപോലെ അതിന്റെ മങ്ങൽ ഏറ്റിട്ടുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പൂർണ്ണമായും മങ്ങും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തില് കേന്ദ്രത്തില് ഭരണം ഉണ്ടാവും. അതിനുള്ള എല്ലാ ഭാഗങ്ങളിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു സൂചനയാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും കൊടുക്കാതിരുന്ന ഭരണമായിരുന്നു 2019 അല്ലെ. ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ അവരുടെ MP സ്ഥാനം അയോഗ്യരാക്കി വീട്ടിൽ നിന്ന് പോലെ MP-യുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ സാഹചര്യം ഉണ്ടായല്ലോ ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു വരും. രേഷ്മ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇന്ത്യ നമ്മളൊരു മതേതര രാജ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നാം കാണുന്നത് മതത്തിലധിഷ്ഠിതമായ ചർച്ചകളാണ്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ. എങ്ങനെ നിങ്ങൾ അതിനെ നോക്കിക്കാണും? ഇപ്പോൾ മുൻകാലത്ത് നമുക്കറിയാം, കേരളത്തിനെ എടുത്ത് നോക്കിയാൽ തന്നെ ഒരു മതേതര ഇപ്പം ജാതി വ്യവസ്ഥയിലൊക്കെ നിലനിന്ന കാലത്തൊന്നും ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയതിന് ശേഷമാണ് നമുക്ക് എല്ലാ മതക്കാരും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ BJPനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. BJP ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് തന്നെ ഇപ്പോൾ ഒരു മതേതരത്വ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രി തന്നെ മതേതര രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മതേതരത്വ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് മതരാഷ്ട്രമാക്കി മാറ്റുക. മതേതരത്വ രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയായിട്ട് മുന്നേ അതിന് ഒരുപാട് തെളിവുകൾ കാരണങ്ങൾ നമുക്കിപ്പോൾ പറയുന്നതെങ്കിൽ ഒരുപാട് ഉണ്ട്. ഇപ്പം പാർലമെൻറ്റിൻ്റെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞു. അതിൽ നമുക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മതത്തിനതീതമായിട്ട് ഒരു പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരതും. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ നമുക്ക് നോക്കിക്കണ്ടാൽ തന്നെ അറിയും രാജ്യത്ത് ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കുക, അതായത് ഒറ്റ മതത്തെ മാത്രം സൃഷ്ടിച്ചെടുക്കുക എന്ന രീതിയിലാവുന്നു വെച്ചാൽ അതിൻ്റെ ഹൈന്ദവാചാരപ്രകാരം അതിൻ്റെ ചടങ്ങുകൾ നടത്തുക, അതുപോലെ അതിന് കാർമ്മികത്വം തന്നെ സർക്കാർ ബിൽഡിങ്ങുകളൊക്കെ പൂജയോട് കൂടിയിട്ടാണ് നിർമ്മാണങ്ങൾ തുടങ്ങുന്നത്. പൂജ അത് പിന്നെ ഒരു വ്യക്തിയുടെ താല്പര്യം അവിടെ പ്രതിഫലിക്കുന്നത്, ഒരു വ്യക്തി താല്പര്യം. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭരണാധികാരി ഒരിക്കലും ഒരു മതത്തെ മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു കാണിക്കാൻ പാടില്ല. അവർ എല്ലാ മതക്കാരെയും ഒന്നിച്ച് കൊണ്ടുപോകേണ്ടവരാണ് ഭരണാധികാരികൾ. അപ്പോൾ അവിടെ അതിന് കാർമ്മികത്വം വഹിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? നമ്മളെ രാജ്യത്തിന് ഒരു നാനാവിഭാഗം ജനങ്ങളും നാനാത്വത്തിൽ ഏകത്വത്തോടുകൂടി സഹകരിച്ചു പോകുന്ന വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു രീതി ഉള്ള ഒരു രാജ്യത്ത് ഒരു മതത്തെ ഒരു പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതാ പ്രധാന ചോദ്യം അത് തന്നെയാണ്. ലോകത്ത് ഇപ്പം റഷ്യയിലടക്കം വലിയ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള റിസർച്ചുകളാണ് ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ മുന്നേറ്റം ലോകത്ത് നടക്കുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പ് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ശാസ്ത്രം വളരുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ മതത്തിലേക്ക് ചുരുങ്ങുന്ന, മതത്തിലധിഷ്ഠിതമായ ജീവിതക്രമങ്ങളിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് ഇന്ത്യ സഞ്ചരിക്കുന്നതായി സാധാരണക്കാരന് തോന്നുന്നത്. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഒരു ചോദ്യം ഞാൻ തിരിച്ചും കൂടി ചോദിക്കാം. താങ്കളിപ്പോൾ പറഞ്ഞു ലോകം മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ ബാക്കി രാഷ്ട്രങ്ങളൊക്കെ അങ്ങനെയും ഇന്ത്യ മതത്തിലേക്ക് ചുരുങ്ങിയിട്ട് താഴോട്ട് പോകുന്നുള്ളതാണ് ധ്വനി. പക്ഷേ ഒന്നും മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ രോഗങ്ങളായിക്കോട്ടെ മറ്റു കാരണങ്ങളായിക്കോട്ടെ അതിലൊക്കെ തന്നെ ഇന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്. വെറും മതത്തിൽ ചുരുങ്ങിക്കൊണ്ട് മതപരമായ കാര്യങ്ങളിലേക്ക് മാത്രമല്ല ഇന്ത്യ പോകുന്നത്. ഭാരതം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, കോവിഡ് സമയത്ത് പോലും ഇവിടുന്ന് കോവിഡ് വാക്സിനേഷൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. മറ്റു രാഷ്ട്രങ്ങൾ നമുക്ക് മുന്നിൽ കൈനീട്ടി നിന്നിട്ടുണ്ട്.
ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒരു ആശയം കൊണ്ടുവന്നു, മണി ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ പാമ്പാട്ടികളുടെ നാടാണ്, അവിടെ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ സംസ്ഥാനത്തിനകത്തുള്ളവർ, രാഷ്ട്രത്തിനകത്തുള്ളവർ, ഇതര രാഷ്ട്രക്കാർ. പക്ഷേ ഇന്ന് ലോകത്തിന്റെ 40% ആളുകൾ മണി ട്രാൻസാക്ഷനും മറ്റും ഡിജിറ്റൽ കൈകാര്യം ചെയ്യുന്നത് ഭാരതത്തിലാണ്. അപ്പം ഏത് കാര്യത്തിലായാലും ഇന്ന് ലോകത്തിൽ തന്നെയും എന്തൊരു കാര്യങ്ങൾ, യുദ്ധമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, മറ്റുള്ള ആപത്തുകളായിക്കോട്ടെ വരുമ്പോൾ ഭാരതത്തിന്റെ വാക്കിന് വേണ്ടി കാതോർത്തിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മധ്യസ്ഥം പറയാൻ പോലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പോകുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പണ്ട് ഒരു സ്ഥലത്തും വിളിക്കാതിരുന്ന ഭാരതത്തെ ഇന്ന് ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ പോലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിക്കുകയും അദ്ദേഹം അവിടെ ചെല്ലുകയും ആ ലോക രാഷ്ട്രങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതൊക്കെ മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എന്നാണോ പറയുന്നത്? ആ ചോദ്യം തന്നെ തെറ്റായിരുന്നു. ആ ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല. അത് വീണ്ടും ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. മതപരമായ ഈ സംഭവങ്ങൾ ഇപ്പം പല ആരാധനാലയങ്ങളുടെ പഴയ 47 രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആ ദിവസം എന്തൊക്കെയാണോ ഈ രാജ്യത്ത്, ഏതൊക്കെ ആരാധനാലയങ്ങൾ ഏതൊക്കെ ആളുകളുടെ ഏതൊക്കെ മതത്തിൻ്റെ കയ്യിലാണോ അത് തന്നെയാണ് ആ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ രാജ്യം സ്വതന്ത്രമായത്. ഇപ്പോൾ പല സ്ഥലത്തും ആരാധനാലയങ്ങൾ തോണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിനാണോ നമ്മൾ പോകേണ്ടത്? അത് പുരോഗതിയുടെ പുരോഗതി ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് സാമ്പത്തിക സ്ഥിതിയിൽ 10ാം സ്ഥാനത്തുണ്ടായ നമ്മൾ ഈ മതത്തിന് എത്രമാത്രം, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മതത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം? സ്മിത അതിനെ എങ്ങനെ കാണും? അതിനെങ്ങനെ കാണിച്ചു? ഇന്ന് നമ്മൾ ദിനം പ്രതി കാണുന്നത് തീവ്രവാദമാണ്. തീവ്രവാദം മതമില്ലാണ്ടാണോ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത്? ഇന്ന് കേരളത്തിൽ ഹബ്ബാണ്. കേരളമാണ് തീവ്രവാദത്തിന്റെ ഹബ്ബ് എന്ന് പറയുമ്പോൾ അത് മതം, ഒരു പ്രത്യേക മതവിഭാഗമാണ് തീവ്രവാദികൾ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതെങ്ങനെയാണ് ഒരു മതവിഭാഗം മാത്രം അതിനകത്ത് തീവ്രവാദികളായി വരുന്നത്? എന്തുകൊണ്ടാണ്? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ നമുക്കറിയാം ഏത് മതക്കാരാണ് കേരളത്തിൽ എത്തുന്നത്, തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നമ്മൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീവ്രവാദത്തെ ചെറുക്കണമെങ്കിൽ ഭാരതം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക മതത്തിനെയാണ് എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇവിടെ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, പള്ളികൾ വരുന്നുണ്ട്. അതത് സ്ഥാനത്ത് പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് അത് ഭരിക്കുന്നവർ. ഞങ്ങൾ 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അയോധ്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത്. പറഞ്ഞ വാക്ക് അക്കമിട്ട് 1 മുതൽ ഇങ്ങ് വരെയും എന്തൊക്കെയാണോ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് ആ വാക്ക് പാലിച്ചും കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. മോഹൻ ഭഗവതിന് തന്നെ പറയേണ്ടി വന്നു, അയോധ്യ നമ്മളുടെ ഒരു വികാരമായിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നത് അതിനെ അദ്ദേഹം ആശങ്കയോടെ കാണുന്ന മറ്റുള്ളടത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ വെച്ച ആശയത്തിൽ അയോധ്യ ഉണ്ടായിരുന്നു. അയോധ്യയിൽ ക്ഷേത്രം പണിയെന്ന് പറഞ്ഞു, ക്ഷേത്രം പണിഞ്ഞു. നേരത്തെ പറഞ്ഞ അവിടെ പോലും വോട്ട് കുറഞ്ഞു. അയോധ്യയുടെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. അതിന് ചുറ്റുമുള്ള വിശ്വാസികൾ ആരാണെന്നും അതിന് ചുറ്റുമുള്ള നിവാസികൾ ആരാണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഇന്ത്യ സഖ്യത്തിൽ ആരൊക്കെ ഉണ്ട് എന്നും ഉള്ള കരട് ചരട് മൂക്കം പാമ്പുകൾ കന്നാലികൾ മൊത്തത്തിൽ കൂട്ടിയിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് അവരൊക്കെ തന്നെ ഒന്നിനെ എതിർക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് രജനിയോടൊന്ന് ചോദിക്കാം. രജനി, എങ്ങനെയാണ് സ്മിതയുടെ ഈ വാദ? കേരളം ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, അതൊരു വിഭാഗം ജനങ്ങൾ മാത്രമാണ് അതിന്റെ പിന്നണിയിലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഹബ്ബാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ എവിടെയൊക്കെ വേരുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതൊരു ഹബ്ബായി മാറുന്നുണ്ടെന്നും ആ ഹബ്ബ് മുഴുവൻ ഒരു പ്രത്യേക മതവിഭാഗമാണ് അതിന്റെ പിറകിലെന്ന് വിശ്വസിക്കുന്നില്ല. എന്നുവെച്ചാൽ കേരളം നമ്മളെല്ലാവരും അതിന്റെ എന്താ പറയുക, ഇതൊരു മതവിഭാഗങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമല്ല തീവ്രവാദം എന്ന് പറയുന്നത്. അത് ഓരോരാള് പിന്നെ കേരളത്തിൽ നമ്മളെല്ലാ നാനാജാതി മതസ്ഥരുണ്ട്, എല്ലാവരും ഒരുപോലെ. അതുപോലെ തന്നെ ഇന്ത്യയിലും മതേതരത്വമാണ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു ഭരണഘടന എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അംബേദ്കർ, ഇപ്പം നമ്മൾ ഏതായാലും അംബേദ്കറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പോൾ, അല്ലേ? അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കറെ ഇവിടെ പാർലമെന്റിൽ വെച്ച് അമിത്ഷാ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കേണ്ടത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ BJP സർക്കാർ അധികാരത്തിൽ അതിൽ മുന്നേ ഒരു സംഭവം, നമ്മുടെ ഇപ്പോൾ 15 വർഷമായിട്ടാണ് ഇവിടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിച്ചു തരില്ല. കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇന്ദിരാജി അഭിപ്രായം ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ?
ഇല്ലേ? ഇന്ത്യ എന്നൊരു ഇന്ത്യ വലിയ രാജ്യമാണ്. മറ്റു വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്ത സമയം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ 15 വർഷം BJP 15 വർഷം, ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 11 വർഷം, ആ വർഷത്തെ ഇതുകൊണ്ടൊന്നല്ല നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്നത് 10 വർഷം അതിന് മുന്നേ ഒരു 15 വർഷത്തെ BJPയുടെ ഭരണം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളൊന്നുമല്ല. നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ ദരിദ്ര നാരായണന്മാരുടെ നാടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മളെല്ലാ ഭരണകർത്താക്കളും അതിൻ്റെതായ പങ്ക് വഹിച്ച ഒരു വികസിത രാജ്യമായതിൽ പിന്നെയാണ് BJPയുടെ കയ്യിലെത്തിയപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൾക്കാർ ഞങ്ങളാണ് എന്ന രീതിയിലേക്ക് പറയുന്നത് ശരിയല്ല. അതൊരിക്കലുമല്ല. പഴയകാല നേതാക്കൾക്ക് കൃത്യമായി രാജ്യം ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമായിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇന്നത്തെ 5 വർഷത്തെ IT മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെയാണ്. പക്ഷെ പൊതുജനങ്ങളെ അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൊട്ട് നമ്മുടെ എല്ലാ നേതാക്കന്മാരും, ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ വളരെ എല്ലാ പുരോഗതിയും കൈവരിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. നമുക്ക് ഏത് എടുത്ത് നോക്കിയാലും നമ്മൾ ഉയർന്നു വരുമ്പോൾ അതിന്റെ പടിപടിയായ വളർച്ചയ്ക്ക് അതിപ്പം നമ്മുടെ ഇപ്പം പറഞ്ഞ മതേതരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹിന്ദു രാഷ്ട്രമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. നമുക്ക് അവിടെ ആഹാരം നമ്മൾ കണ്ട് ബീഫ് ഭക്ഷിച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലേ, അറിഞ്ഞില്ലേ? ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിലെ ഒരു യുവാവിനെ തല്ലിക്കൊന്ന അതൊക്കെ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ഹിന്ദു രാഷ്ട്രമാക്കാനല്ല എന്ന് പറയാൻ ശരിയാവില്ല. ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കമാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രം തന്നെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം എന്നാണ് ഇവര് പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ്. 2014 അധികാരത്തിൽ വരുമ്പം നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം ഓരോന്നായി പൂർത്തീകരിച്ചിട്ടാണ് ഇടി എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ 2014 വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ ഇപ്പം ഒരു വർഷം 2 കോടി തൊഴിൽ കൊടുക്കുന്നു യുവാക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഇന്ത്യയിൽ. എന്നിട്ട് അതിൻ്റെ ഒരു എത്ര കൊടുത്തു എന്ന കണക്ക് ചോദിക്കുമ്പോൾ പോലും ഉത്തരം പറയാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സ്ത്രീപക്ഷ രാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്ന് പറഞ്ഞു. അത് എത്ര മണിപ്പൂരിലെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിൽ കലാപം നടന്നപ്പോൾ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട് തെരുവീതികളിൽ നടത്തപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ മാധ്യമങ്ങൾ അതും 2 മാസത്തിന് ശേഷമാണ് അത് പുറലോകം അറിയുന്നത്. അപ്പോൾ എത്ര ക്രൂരമായാണ് ആ മണിപ്പൂരിൽ സ്ത്രീകൾ പിന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പുറം ലോകം അറിഞ്ഞത് തന്നെ NFIW, അത് കേരള മഹിളാ സംഘത്തിൻ്റെ ദേശീയ സംഘടനയായ NFIWൻ്റെ അന്നത്തെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ആനി രാജിയും ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി ആയിരുന്ന നിഷാ സിന്ധുവും അതുപോലെ മറ്റൊരു അഡ്വക്കേറ്റും കൂടി 3 സംഘം നടത്തിയ ആ ഒരു സന്ദർശന വേളയിലാണ് അവിടെ നടന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ കലാപം ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ നടന്ന ഏത് കലാപം എടുത്തു നോക്കിയാലും സ്ത്രീകളുടെ സുരക്ഷ എത്രമാത്രം അപകടത്തിലാണ് നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാവുന്നത്. അതുപോലെ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പം പിന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ദരിദ്ര രാഷ്ട്രം എത്ര സ്ഥാനം നമ്മുടെ ആഗോള പട്ടിണി സൂചിക എടുത്തു നോക്കിയാൽ ഇപ്പം 105 സ്ഥാനത്ത് കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ വളർച്ച ഉണ്ടായി എന്തിന്? മതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്. ഹിന്ദു രാഷ്ട്രം എങ്ങനെ ആക്കി എടുക്കാം എന്ന നിലയിൽ, അതായത് അവരെ കാണുന്ന കോടികളുടെ പ്രതിമ ഉണ്ടാക്കിയെടുക്കുന്നു, പിന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ്? ജനക്ഷേമമായ പ്രവർത്തനങ്ങളാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായ പ്രവർത്തനങ്ങളാണ് ഒരു ഗവൺമെൻറ് ഏറ്റവും അടിസ്ഥാനമായിട്ട് കാണേണ്ടത്. നമുക്ക് കോടികളുടെ പ്രതിമ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഭക്ഷിച്ച് ജീവിതം മുന്നോട്ട് പോകാനാവില്ല. പക്ഷെ അതിന് മതങ്ങൾ ഭക്ഷണം തരില്ല. അപ്പൊ നമുക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണഘടന അനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്കില്ല എന്ന് മാത്രമല്ല, നാം നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിന്റെ പിന്നെ ഇത് ഉദ്ഘാടന സമയത്ത് ഒരു ദളിത് വനിത എന്ന നിലയിലാണ് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയത്. അപ്പോൾ അവിടെ ഭരണഘടനാ ലംഘനമാണ് നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വനിത രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെ നീക്കി
അവിടെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഹൈന്ദവാചാരപ്രകാരം അത് ഭരണഘടനാ ലംഘനമാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ ഇപ്പം യുവാക്കളടക്കം നോക്കി, ഇപ്പം ഡിജിറ്റൽ ഇന്ത്യനെ കുറിച്ചുള്ള ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമുക്ക് വേണ്ടുന്നത് എന്താണ്? സാധാരണക്കാരായ പട്ടിണി കിടക്കുന്ന ജനങ്ങളെ അവരെ ജീവിത നിലവാരം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിലേക്കൊന്ന് പോകണ്ടേ? ഈ ഇവിടെ നടന്ന പാനൂർ, ഇനി ആകെ അത്രയും നമുക്ക് ചെറിയ സമയമുള്ളൂ. പാനൂരിൽ നടന്ന സ്ഫോടനം, നവീൻ ബാബുവിൻ്റെ മരണം, ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് രേഷ്മ നോക്കിക്കാണുന്നത്? ഈ സ്ഫോടനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം എന്ന് പറഞ്ഞല്ലോ, നമുക്ക് അത് വളരെ വേദനാജനകമായ ഒരു മരണം തന്നെയാണ്. കാരണം നമുക്ക് ഒരു അതായത് ഒരു വ്യക്തിഹത്യ ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തുന്നത് നമുക്ക് നമ്മുടെ CPI സംബന്ധിച്ചിടത്തോളം നമുക്കത് നമ്മൾ അന്നേരത്ത് തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളൂ. നമ്മൾ അതിനെതിരെ സംശയത്തിന് നിഴലിൽ താങ്കളുടെ പ്രസ്ഥാനം നിൽക്കുന്ന ഒരു സ്ഥിതിയും വരികൾക്കിടയിലൂടെ നാട്ടുകാർ ചർച്ച ചെയ്തിരുന്നു. ആ സംസ്ഥാനത്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, സംഘടന. അപ്പൊ അതിൽ അവർ തന്നെ അതിന്റെ പ്രസ്താവന തുടർ ദിവസം ഇറക്കിയിട്ടുണ്ട്. അതിന് നമ്മുടെ അപമാനിച്ചതിനെതിരെ കേസ് കൊടുക്കുമെന്ന പ്രസ്താവന ആ സംഘടന തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും വ്യാഖ്യാനിച്ച് എഴുതി വിടാവുന്ന ഒരു കാലഘട്ടം നമുക്കിപ്പോൾ ഒരുപാട് എന്ത് അഭിപ്രായം. പക്ഷെ ഇപ്പം നവീൻ ബാബുവിന്റെ ഭാര്യ പറയുന്നത് അവരെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. അപ്പോൾ അതിനകത്ത് MP ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന PP ദിവ്യ ചിത്രത്തിൽ നിന്ന് ഔട്ടായല്ലോ. കാരണം PP ദിവ്യ കെട്ടിത്തൂക്കുന്ന അവർ എവിടെയും പറഞ്ഞിട്ടില്ല, പ്രേരണാ കുറ്റമാണ്. പക്ഷെ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് രേഷ്മ? അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അങ്ങനെ ആ ഒരു അഭിപ്രായങ്ങൾക്കിടയിൽ കൂടി നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ശരിയായ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരണം. പിന്നെ അതിന് അങ്ങനെ ഒരു സാധ്യത ഇതുവരെ അങ്ങ് തോന്നിയിട്ടില്ല. കൊല്ലാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഒന്നാമത്തെ ദിവസം ഇങ്ങനെ ഒരു യോഗം നടന്നു, അനുമോദൻ ചടങ്ങ്. അതിനുശേഷം ഈ ആത്മഹത്യ വിവരം പുറത്തേക്ക് വന്നു. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രേരണാ കുറ്റം തന്നെയാണ് ദിവ്യയുടെ പേരിൽ നിലനിൽക്കുന്നത്. അപ്പൊ അതിപ്പോ തെളിയിക്കപ്പെടണം. അതായത് ഒരു അഭിപ്രായത്തിന്റെ പേരിൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് നിയമപരമായി ഭാര്യയ്ക്ക് ജീവിത പങ്കാളിയാണ് നഷ്ടപ്പെട്ടത്. വളരെ മക്കൾക്ക് അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്. അവര് പറയുകയാണ് കൊന്നു കെട്ടി തൂക്കിയതാണെന്ന്. നിങ്ങൾ പറയുന്നു അത് തെളിയിക്കപ്പെടണം. നിയമ സംവിധാനമുണ്ടല്ലോ. അപ്പോൾ അതിലെ കൂടി അത് അന്വേഷിച്ച് തെളിയിക്കപ്പെടണം. ഇപ്പം നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയൊരു സങ്കടകരമായ അവസ്ഥയായിരുന്നു. നമ്മുടെ തലേന്ന് രാത്രി നിങ്ങളുടെ ചാനലിലൂടെയാണ് ഞങ്ങളത് കാണുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് സമ്മേളനം. അവിടെ പല മീറ്റിങ്ങുകളിലും ഉദ്യോഗസ്ഥർക്കെതിരെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിലും കടുത്ത പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന തലേന്ന് രാത്രിയിൽ കാണുന്നു. അന്ന് അപ്പൊ തന്നെ അതൊരു വിവാദമായിരുന്നു. ഞാൻ ആ ചാനൽ കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് ഡ്യൂട്ടിക്ക് എത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി ശാസിക്കുന്നത് നമ്മൾ കണ്ടു. പരസ്യം അല്ല, അതല്ല ഇത് എന്ന് വെച്ചാൽ ഇത് വേറെ ഒരു അനുമോദനല്ല, ഇത് യാത്രയയപ്പ് സമ്മേളനമാണ്. യാത്രയയപ്പ് സമ്മേളനത്തില് വിളിക്കാതെ വന്ന് അവിടെ വന്ന് അത് പറഞ്ഞ് അവര് വരുന്ന രീതി, അവര് പോകുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടു. കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കാൻ നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അടിവസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇൻക്വസ്റ്റ്. പിന്നെ ഇവിടെ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുന്നേ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. അപ്പൊ അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് PP ദിവ്യയുടെ നേതാവായിട്ടുള്ള ജില്ലാ സെക്രട്ടറി, അവിടെ MV ജയരാജന്റെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. MV ജയരാജൻ അല്ലല്ലോ ഇൻക്വസ്റ്റ് നടത്തുന്നത്. അല്ല, അവിടെ ഉണ്ടല്ലോ തയ്യാറാക്കുന്ന ഡോക്ടർമാരുടെ മേയറടക്കം DCC പ്രസിഡന്റ് അങ്ങോട്ട് പോയിട്ടില്ല. MV ജയരാജൻ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഇവിടെ കളക്ടറേറ്റ് പഠിക്കൽ സമരാണ്, രാപ്പകൽ സമരാണ്. അപ്പൊ രാപ്പകൽ സമരമായപ്പോൾ ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 1 മണിയോടുകൂടി നമ്മുടെ ഇവിടെ എത്തുന്നു അറിയിപ്പാണ്. ഇവിടെ കാൽടാക്സിൻ്റെ അടുക്ക് എത്തും. അപ്പോൾ നമ്മൾ റീത്തൊക്കെ ആയി അദ്ദേഹത്തിന് ഒന്ന് കാണാൻ വേണ്ടി നമ്മളെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ എത്തപ്പോൾ പോലീസ് വണ്ടി വരികയാണ്. പോലീസ് വണ്ടി വന്ന് പിറകിൽ ആംബുലൻസിൽ മൃതശരീരമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന നേതാക്കന്മാരും കുറച്ചാൾ വെയിറ്റ് ചെയ്യുമ്പോൾ വണ്ടി അവിടുന്ന് കക്കാട് റോഡ് വഴി ചുറ്റി എങ്ങോട്ടാ പോയത്?
ഇവിടത്തേക്ക് വന്നില്ലേ, ചൊവ്വയിലേക്ക് വന്നു, കക്കാട്. അവിടെ ആ വണ്ടിയാപ്പാരുണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഇല്ലേ? നമ്മൾ സാധാരണ ഒരു മരണാന്തരം അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുന്നത്. പി ദിവ്യയുടെ പങ്ക് വളരെ വലുത്. ഞാൻ പി ദിവ്യയുടെ കഴിവുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ സ്ത്രീ എന്ന നിലയിൽ ദിവ്യ കഴിവുള്ള സ്ത്രീയാണ്. പക്ഷെ ആ കഴിവിനനുസരിച്ചുള്ള അഹങ്കാരം ആയിക്കോട്ടെ, അല്ല അവര് പറയുന്ന അവര് ചിത്രം മാറിയാലും അതിന് കാരണമായിട്ടുള്ളത് അയാളുടെ അപമാനമാണ്. അത് ഇവര് പറഞ്ഞതുപോലെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അത് തെളിയിക്കപ്പെടേണ്ട പോലീസ് പറഞ്ഞിരിക്കുന്നത് ദിവ്യ ചിത്രത്തിൽ നിന്ന് ഔട്ടായിരിക്കുന്നു. കാരണം അത് തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണെന്ന് അതിന്റെ അന്വേഷണം നടക്കട്ടെ, അത് തെളിയിക്കപ്പെടട്ടെ. പക്ഷേ അതിൽ കാരണക്കാരായിട്ട് ഞാൻ ഇന്നും കാണുന്നത് പി ദിവ്യയുടെ ആ വാക്കുകൾ ഒരു അടിസ്ഥാനമില്ലാതെ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, ഞങ്ങൾ അവർ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ അവരെ പോയി കണ്ടിരുന്നു. അപ്പൊ അവരുടെ വികാരം അവർക്കറിയാം. അവര് പറയാനുള്ള കാരണം അടിവസ്ത്രത്തിലെ ബ്ലഡ് ഉണ്ട് എന്നുള്ളത്. കുറച്ചും കൂടി സമയം തരണം. പിന്നെ നമ്മുടെ വയനാട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം വയനാട്ടിലെ ദുരന്തം. ആ ദുരന്തം കഴിഞ്ഞ് 5 മാസം പിന്നിട്ടു. ജൂലൈ 31 ആയിരുന്നു. ഇത് ഡിസംബർ നമ്മൾ ഇന്ന് 22 എത്തി നിൽക്കുകയാണ്. ആ കുടുംബം അന്നൊക്കെ എല്ലാവരും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒഴുകിയെത്തി ഫണ്ട്. അതിൽ നിന്ന് എത്ര രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്? ആ കുടുംബങ്ങൾ ഇന്നും വാടക വീടുകളിൽ താമസിക്കുന്നു. വാടക പോലും ചെറിയ പൈസയേ ഉള്ളൂ. ആ വാടക വീടുകളിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട് ദുരന്ത ഭൂമിയിൽ. അവിടുത്തെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു. ഇതുവരെ ഈ 5 മാസമായിട്ടും കേന്ദ്രം ഒരു പൈസ പോലും ഇത് അനുവദിച്ചിട്ടില്ല. അതിന് മറുപടി ഇന്ന് ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടുന്നുണ്ട് എന്ന് പത്രത്തിൽ കണ്ടു, വായിച്ചല്ലോ. എവിടെ? വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ വരേണ്ടി വരും. കാരണം കേരളത്തിലെ പല പദ്ധതികളും പലതരത്തിലുള്ള ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെയും കേരളത്തിൽ ഇപ്പോഴാണ് ഒരു MP ഉള്ളത്. ഇതുവരെയും കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള യാതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തീരട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ കേരളത്തിലും എത്തുന്നുണ്ട്. പക്ഷേ പല ഫണ്ടുകളും വകമാറ്റി ചെലവഴിക്കുകയും തങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുകയും അങ്ങനെ കൃത്യമായ ഒരു കണക്ക് കൊടുക്കുകയും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രജനിജി പറഞ്ഞതിന്റെ ഉത്തരം ഞാൻ പറയാം. വയനാട്ടിൽ ഇന്ന് വരെയും കൃത്യമായ പല തവണ ധനകാര്യമന്ത്രിയിൽ നിന്നും ഓഫീസിൽ നിന്നും കണക്കുകൾ ചോദിച്ചിട്ടും കൃത്യമായ ഒരു കണക്ക് ഇന്നും കേരളം കൊടുത്തിട്ടില്ല. കേരളം കണക്ക് കൊടുത്താൽ അപ്പം തന്നെ പണം തരാമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആ കണക്ക് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് വരാത്തത്. അത് മാത്രമല്ല, ഇന്നത്തെ പത്രത്തിൽ കണ്ടു, ഇന്ന് ഇവിടുത്തെ കേരള സംസ്ഥാന മന്ത്രിമാർ ഇന്ന് ഒരു ഉന്നതതല യോഗം കൂടുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുശേഷം എന്താണോ അവർ തീരുമാനിക്കുക അത് ഞാൻ പറയേണ്ട ഉത്തരം എന്നിൽ പത്രത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞെന്ന് മാത്രം, അത്രമാത്രം. അല്ല, കോട്ടങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട്. നമുക്കൊരു സമയം തീരുകയാണ്. 2024 ഇങ്ങനെ ഒരു നേരത്തെ ഇവർ പറഞ്ഞതിന്റെ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നേരത്തെ ഇവിടുന്ന് പറഞ്ഞു ഒരു വന്നിട്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒന്നും ചെയ്തില്ല എന്ന്. അതിപ്പോ ഞാൻ ഇവിടുന്ന് 2014 മോദിജി സർക്കാർ വന്നതിന് ശേഷമുള്ള BJP ഭരണത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടുന്ന് എഴുന്നേൽക്കില്ല. ആ നേട്ടങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ഭരിക്കുന്നവർ നോക്കണം. പിന്നീട് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകൂടത്തിന്റെ അഴിമതിയും ഭരണകൂടത്തിന്റെ കൊള്ളയും ഭരണകൂടത്തിന്റെ സ്വർണ്ണക്കള്ളക്കടത്തും ഭരണകൂടം നയിക്കുന്ന മാഫിയകളും കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്തരത്തിലൂടെ തന്നെ കടന്നു പോകുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മുടെ മുന്നിൽ മൈക്കിന് മുൻപിൽ വന്നിട്ട് ചാനലിന് മുൻപിൽ വന്നിട്ട് അത് കരിവാരി തേച്ചാൽ എന്താ പറയാ കളറ് മാറില്ല. നമുക്കിപ്പോ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്ന അവസരം. അപ്പൊ അതിപ്പോ ഈ വയനാടിന്റെ നമ്മുടെ ഇപ്പം ദുരന്തത്തിൽ നമ്മൾ കേരളത്തിൽ നടക്കുന്ന ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എല്ലാ ഇതിന്റെ ധനകാര്യ കമ്മീഷൻ പ്രകാരം നമുക്ക് ലഭിക്കുന്നത് കേരളത്തിന് പെട്ടെന്നുണ്ടാകുന്ന ദുരന്തത്തെയാണ് അതിൽ കൂടി ചെലവഴിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ലോകത്തെ ഞെട്ടിച്ച ദുരന്തം നടക്കുമ്പം ഒരു ഫെഡറൽ സംവിധാന പ്രകാരം ഒരു ഭരണഘടനാ സംവിധാന പ്രകാരം എല്ലാ സംസ്ഥാനത്തിനും ഒരു സാമ്പത്തിക പാക്കേജ് പെട്ടെന്ന് തന്നെ കേന്ദ്രം പ്രഖ്യാപിക്കും. അതിൻ്റെ ഒരു കണക്ക് ഇത്ര നമുക്ക് വേണ്ടി വരുമെന്ന കണക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര അതോറിറ്റിനെ ദുരന്ത നിവാരണ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ 4.5 മാസക്കാലത്തിനിടക്ക് പ്രധാനമന്ത്രി ഇവിടെ വന്നു 10 ദിവസത്തിനുള്ളിൽ ആ ചെറിയ കുട്ടീനെ എടുത്ത് നൈസമോളെ എടുത്ത് താലോലിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മുടെ കേരളത്തിന് നൽകിയത് ആ ഒരു നോട്ടത്തിലൂടെ.
പക്ഷെ ആ ഒരു നോട്ടത്തിന്റെ അർത്ഥത്തിലുണ്ടായ യാതൊന്നും ഒന്നെന്ന് വെച്ചാൽ 4.5 മാസം കാലം കഴിഞ്ഞിട്ടും ഒരു 10 പൈസ പോലും ആ ഒരു ദുരന്ത മേഖലയിലെ പുനരധിവസിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ജനതയുടെ ആ ഒരു നല്ല മനസ്സുണ്ട്. അതായത് മതേതരത്വം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം. അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഫണ്ട് സ്വരൂപിച്ചാണ് ഇപ്പൊ ഇത്ര 4.5 മാസക്കാലം അവരവിടെ ജീവിച്ചില്ലേ ബാക്കിയുള്ളവര്. ആ അത്തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവര് ആരോഗ്യ പരിരക്ഷ, അവർക്കുള്ള ഭക്ഷണങ്ങള്. ഒരു മനുഷ്യന് തന്നെ ഈ ഒരു 4.5 മാസക്കാലം ജീവിക്കണമെങ്കിൽ ആവശ്യകതയുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ഒരു ജനതയെ മൊത്തം പക്ഷെ അതില് നമ്മുടെ ഗവൺമെന്റിലേക്ക് കിട്ടിയ പൈസ പോലും ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല. അതുപോലെ കോടതിയിൽ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ സമയത്തുള്ള ബോഡി സംസ്കരിച്ചതൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് 75,000 രൂപ ഒരു ബോഡി സംസ്കരിക്കാൻ 75,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു. ഞാൻ അവിടെ പോയ ഒരാളാണ്, അവിടുത്തെ ആ ബോഡി കണ്ട ഒരാളാണ്. ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ശരീരത്തിന്റെ ഏതൊരു അവയവം കിട്ടിയാലും ഒരു ബോഡി ആയിട്ട് കണക്കാക്കിയിട്ടാണ്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ 2 ബോഡി ഞാൻ കണ്ടിരുന്നു. അത് ബോഡി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കയ്യോ കാലോ അങ്ങനെ. ആ ബോഡിക്ക് പോലും 75,000 രൂപ വെച്ച് കോടതിയിൽ കണക്ക് കൊടുത്തു സർക്കാർ, ഇല്ലേ? അത് കൊടുത്ത് സർക്കാർ കൊടുത്ത കണക്കാ. അത് പിന്നെ ഇപ്പൊ നമ്മളെ അവിടെ വന്ന എയർഫോഴ്സിന്റെ അവരുടെ ചെലവിന് ഇപ്പം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ 2019 മുതൽ അതുപോലും ഒഴിവാക്കി കൊടുക്കാൻ 2019 മുതൽ നടന്ന ദുരന്തത്തിന് കേന്ദ്രത്തിന്റെ അതുപോലും സഹായത്തിനുള്ള തിരിച്ചു കൊടുക്കാൻ അതുപോലും ഒഴിവാക്കി കൊടുക്കാൻ കേന്ദ്രം തയ്യാറല്ല. അല്ല അത് മാത്രല്ല, നമ്മളിപ്പോ കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യം അല്ല, ഇനി അതൊക്കെ നമ്മൾ വെച്ചു. ഞങ്ങൾ ഒരു ഒറ്റ കാര്യം, ഇനിയിപ്പോ ഈ ഒരു വർഷം നമ്മുടെ കേരളത്തിലെ സ്ത്രീ പീഡനങ്ങൾ നമ്മൾ അതൊന്നും ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്യാൻ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ സ്ത്രീ പീഡനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. സ്ത്രീ മരണങ്ങൾ ഞങ്ങള് എന്ന് വെച്ചാൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടും പെട്രോൾ ഒഴിച്ചിട്ടും നടു റോഡിലൂടെ മണ്ണെണ്ണ ഒഴിച്ചും ഒക്കെ ചെയ്ത പീഡനങ്ങള്, പിന്നെ അത് ഞാൻ പറയണോ? ചെറിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ഫിലിം ഫീൽഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും തന്നെ ചെറുപ്പം മുതൽക്ക്, ഇപ്പം നമുക്കൊരു ഓർമ്മ വെച്ച് സിനിമ കാണുന്ന മുതൽക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു മനുഷ്യനും ഒരു ആസ്വാദകനാണ്. അവരൊക്കെ തന്നെ സിനിമ കാണുന്നുണ്ട് ചെറുപ്പം മുതൽക്ക്. ഇപ്പം നമ്മളൊക്കെ സിനിമയിലേക്ക് പോകരുത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ട് മുതൽക്ക്, ഇന്നത്തെ അല്ല പണ്ട് മുതൽക്ക്, നമുക്കിപ്പം 10-48 വയസ്സായി ആ ഏജ് വരെയുള്ള. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പല പല കാര്യങ്ങളും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു സംഭവം മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാപ്സ്യൂൾ കാര്യങ്ങൾ അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാവുന്ന പ്രശസ്തമായ ഒരു നടിയുടെ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അല്ല അതിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിപ്പോർട്ടുകൾ ഗവൺമെന്റിന് സമർപ്പിച്ച വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിനൊരു ജഡ്ജ് നേരിട്ട് ഇറങ്ങിയതുകൊണ്ട് അത് പുറത്തു വന്നത്. അല്ലെങ്കിൽ അത് പുറത്തു വരില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മൾ പത്രത്തിലേക്ക് കൂടി, പക്ഷെ അതിനും ഒരു കാരണം അത് ആ റിപ്പോർട്ട് എടുത്തവർ തന്നെ അതിപ്പോൾ പുറത്തുവിടണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതും കേട്ടിട്ടുണ്ട് നമ്മള്. പ്രധാനപ്പെട്ട ചോദ്യം, 2025 എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉള്ളത്? എന്താണ് നമ്മൾ കാണുന്ന ഒരു സ്വപ്നങ്ങൾ? 24 വിട പറഞ്ഞു, 2025 വരിക. 25 ഞാൻ നേരത്തെ ഒരു വാക്ക് സൂചിപ്പിച്ചിരുന്നു. കാരണം 2024 NDA സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോയൊരു വർഷമായിരുന്നു. നമ്മൾ സാമ്പത്തിക ശക്തി ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ നിന്നും നമ്മുടെ സാമ്പത്തിക, സൈനിക, വ്യോമ എല്ലാ തരത്തിലും ഭാരതത്തെ എല്ലാ തരത്തിലും 1ാം സ്ഥാനത്ത് എത്തിക്കുവാനുള്ള ഒരു ഇത് എന്തായാലും പിന്നെ ഇത് ഞങ്ങളുടെ രാജ്യം വലിയ മുന്നേറ്റം നടത്തും. എല്ലാ ഭാഗങ്ങളിലും രാജ്യം വലിയ മുന്നേറ്റം നടത്തും. കേരളത്തിൽ എന്തുണ്ടാവും ചോദിച്ചാൽ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോൾ തന്നെ നമ്മുടെ ലോകോത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് കേരളം മുഴുവനുമുള്ളത്. അത് കേന്ദ്രം തന്നെയാണ് മുൻകൈ എടുക്കുന്നതും കേന്ദ്രം തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈവേകൾ
അത് ഏറ്റവും ദ്രുതഗതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള എല്ലാ സാധാരണക്കാർക്ക് പോലും വരാനില്ല. അതുപോലെ തന്നെ ടാപ്പിംഗ് സംവിധാനം വഴിയുള്ള അറിയാലോ, ജലനിധി മിഷൻ സംഭവങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ അത് പേര് മാറുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെയും ഗതാഗതം അതൊക്കെ എല്ലാ ഭാഗത്തും മനുഷ്യൻ, സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിത രീതിയെ കൈപിടിച്ചുയർത്തുന്നത് പോലുള്ള എല്ലാ സംഭവങ്ങളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അത് മുഴുവനും കേരളത്തിലും എത്തും. അത് ഇവിടെ വരുമ്പോൾ മാത്രം വകമാറുന്നു, അതിന്റെ പേര് മാറുന്നു. മറ്റേത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ കാരണം വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് പിന്നെ മണിപ്പൂർ എന്ത് ചെയ്യുന്നു, UP എന്ത് ചെയ്യുന്നു, അയോധ്യ എന്ത് ചെയ്യുന്നു നോക്കിയാൽ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാൻ മറന്നു പോകും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. നോക്കിയിട്ട് അങ്ങനെയാണ് മണിപ്പൂരിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ നോക്കുന്ന ആളുകൾ ഇവിടെ മധു എങ്ങനെ മരിച്ചു എന്ന് നോക്കണം. പട്ടിണി കൊണ്ട് ആളുകൾക്ക് വയനാട്ടിൽ എന്ത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. വയനാട്ടിൽ എന്ത് സംഭവിക്കുന്നു, അട്ടപ്പാടി എന്ത് സംഭവിക്കുന്നു എന്ന് വെറുതെ നോക്കൂ. നിങ്ങൾ UP-യിലേക്ക് നോക്കരുത്. 2025 ഈ രണ്ട് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല. പിന്നെ നമ്മൾ നേരിടാൻ പോകുന്നത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള എന്തെങ്കിലും തന്ത്രങ്ങളുമായിട്ട് വരുമോ എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അല്ല, ഭരണകർത്താക്കളുടെ തന്ത്രങ്ങളല്ല. ഞങ്ങളിപ്പോ പ്രതിപക്ഷത്താണ് രണ്ട് സ്ഥലത്തും, കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് തന്ത്രങ്ങളില്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 2025 പ്രതീക്ഷിക്കുമ്പോ ഇപ്പൊ നമുക്ക് ദേശീയപാത യാഥാർത്ഥ്യമാകും. അപ്പൊ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കേരളത്തിനുണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന് ഒരു തൊഴിലവസരങ്ങൾ, യുവാക്കൾക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് ഈ യാഥാർത്ഥ്യം ലഭിക്കുക. അതുപോലെ തന്നെ ഒരു നല്ല മാറ്റം, ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഒരു മാറ്റം എന്തായാലും ദേശീയപാത വികസനത്തോട് ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മുടെ ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ഇപ്പം ഡിജിറ്റൽ മാപ്പിംഗ് സംവിധാനം വന്നു. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിലൊക്കെ സ്മാർട്ട് ഓഫീസുകളായി. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം, അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം, വലിയ മുന്നേറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് 2025. അതുപോലെ ഇപ്പം ഈ നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ വിഷരഹിതമായ പച്ചക്കറി പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൃഷിയിൽ ഒരു സ്വയം പര്യാപ്തത ഉള്ള ഒരു സംസ്ഥാനമായി മാറ്റാൻ കേരളത്തെ പ്രധാനപ്പെട്ടമായ ഒരു പ്രതീക്ഷയുള്ളത്, അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രതീക്ഷയാണ്. അതായത് രാജ്യം ഇനി 2025 അങ്ങോട്ട് കടന്നു ഒരു മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയെയും സംരക്ഷിക്കുന്ന ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മുടെ സമയം തീരുകയാണ്. വനിതാ നേതാക്കൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ്. നമുക്ക് എല്ലാത്തിനും പരിധിയും പരിമിതിയും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വനിതാ നേതാക്കൾ പറഞ്ഞ അവരുടെ രാഷ്ട്രീയ ബോധം നമുക്കറിയാം. 50% സംവരണത്തിലേക്ക് എത്തണം എന്ന് ആവർത്തിച്ചു പറയുകയാണ്. പല സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് അത് യാഥാർത്ഥ്യമായിട്ടുള്ളൂ. അടുത്ത നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ അതങ്ങ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ വളയിട്ട കൈകൾ തന്നെയായിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാം. ഞങ്ങളൊന്നും വള ഇടാറില്ല. ഫെമിനിസ്റ്റുകൾ അങ്ങനെയാണ് അപ്പോഴും. ഇപ്പോൾ ഫെമിനിസ്റ്റ് പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് ചർച്ചയ്ക്ക് വന്ന ഒരു വനിതാ നേതാവ് അന്ന് ക്ഷുഭിതയാകുകയാണ് ചെയ്തത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഒരു വാക്കുകൾ കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. വള നിങ്ങൾ ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വനിതകൾ കൂടുതൽ ഊർജ്ജത്തോടെ, കാരണം വനിതകൾ എന്ന് പറയുന്നത് മമ്മൂട്ടി പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന, അനിവാര്യമായി ഒഴിവാക്കാവുന്ന, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ്. നമ്മൾ അത്ര അമ്മയുടെ റോളിലും സഹോദരിയുടെ റോളിലും പല റോളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രയേറെ നമ്മൾ പവിത്രത കൽപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിലും അവർ തിളങ്ങണം. വലിയ നിലക്ക് 50% നിയമസഭയിലും പാർലമെൻറ്റിലും വന്നാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാകുന്നു. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. എന്ത് സുന്ദരമായ സ്വപ്നം. പുരുഷന്മാർ അതിന് അനുവദിക്കട്ടെ. സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ രജനി രമാനന്ദും രേഷ്മയും അതുപോലെ സ്മിതയെല്ലാം മന്ത്രിമാരായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ ഗൗരവമേറിയ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. 2025 കൂടുതൽ മാറ്റങ്ങൾക്ക്,
കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ നാടും നമ്മളും വളരാൻ ഇത്തരം ചർച്ചകളും ഈ ചർച്ചകൾ ഉരുത്തിരിയുന്ന കാര്യങ്ങളും ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.